കോശയെ ഞാൻ കണ്ടിട്ട് ഇപ്പൊ വർഷം 10-20 ഇവനെ ഞാൻ കണ്ടിട്ട് തന്നെ വർഷം 5-6 അച്ഛൻ കുറി കൊടുത്തയച്ചു. 27-നോ 30-നോ കെട്ട് നടത്താമെന്നാ പറഞ്ഞിരിക്കുന്നത്. അതപ്പോ വാസുവിനെ വിളിച്ചു പറഞ്ഞ് വീടിന്റെ കച്ചവടം നടത്താം. ഉപ്പിടേണ്ടത് ഞാനിവളും പിന്നെ അഞ്ഞിലിയുവാ. മറ്റവകാശികളൊന്നുമില്ല. എന്റെ അമ്മോ, ഇത് ഇടിച്ചു പൊളിച്ച് കല്ലും തടിയായിട്ട് വിറ്റാലും കാശ് കുറെ വീഴും. എടി മേരിയെ, നീ ഇങ്ങോട്ട് ഇറങ്ങി വന്നൊന്ന് കാണടി നിന്റെ അമ്മയുടെ അറക്കൽ വീട്. വടി. നിക്ക് ആരാ മനസ്സിലായില്ല? നീ ആരാ? എനിക്ക് മനസ്സിലായില്ല. ഞാനിവിടുത്തെ ശമ്പളക്കാരനാ. എന്നാ ഞാൻ ഇതിന്റെ ഓണറാ. ഓണറാ? ഇവിടെ വേറെയും കുറെ ഓണർമാരുണ്ടല്ലോ. അവരെയൊക്കെ എവിടെങ്കിലും ഒരു കുഴി കുത്തി കുഴിച്ചിട്. നിന്നെ കിന്നാരം പറയാണ്ട് വണ്ടിയിലുള്ള പെട്ടി സാധനങ്ങളൊക്കെ എടുത്തകത്തുണ്ടൊക്കെ. എന്താ കുട്ടിയുടെ പേര്? മത്തായി, സാമുവൽ മത്തായി. ശരി. നിനക്കെന്താ നിന്റെ അമ്മയുടെ പേര്? ശരി. ഇവിടെ എന്താ കർട്ടനൊക്കെ ഇട്ട് വെച്ചേക്കണ? ഇവിടെ നാടകം മുകളിലൊക്കെ തേക്ക. നല്ല തേക്ക. ഞാൻ അന്നേ ഉന്നിട്ടത് അതൊക്കെ. പിന്നെ എവിടുന്നാ മനസ്സിലായില്ല മോളെ? അതാണെന്ന് തോന്നുന്നു നിന്റെ വലിയ അപ്പൂപ്പൻ. നീ കണ്ടിട്ടില്ലല്ലോ. വാ, നമുക്കൊന്ന് തൊഴുതു പ്രാർത്ഥിക്കാം. നല്ല തണുപ്പുള്ള പിടുത്ത ഫോട്ടോ. അതാണ് ഈ പൊതിച്ചിരിക്കുന്ന ആള്. അതെ, അതാണ്ട് അപ്പൂപ്പനൊന്നും അല്ല, ഫാദർ ഇല്യാസ. താൻ ആരാ? തനിക്ക് ഇവിടെ എന്താ കാര്യം? കൊച്ചുറാണിയെ അറിയോ? ഏത് കൊച്ചുറാണി? കൊച്ചുറാണിയുടെ തന്ത കൊച്ചൗസേപ്പിനെ അറിയോ? ഓ, ചെറിയ പാപ്പന്റെ കാര്യമായി പറയുന്നത്. അതെന്നെ. അതായത് നിങ്ങളുടെ അപ്പൂപ്പന്റെ അനിയൻ. ആ അനിയന്റെ മകളാണ് കൊച്ചുറാണി. പണ്ട് ഇവിടുന്ന് അന്യജാതിക്കാരന്റെ കൂടെ ഒളിച്ചോടിപ്പോയ. അതെന്നെ. അവളെയും കൊണ്ട് ഒളിച്ചോടിയ ബുദ്ധിമാനായ തങ്കപ്പനാശാരിയാണ് ഈ ഞാൻ. അവള് കെട്ടി വീണ് ചത്തു. അവളുടെ മോളാണ് ഇവള്. എന്താ ഇപ്പൊ എല്ലാരും കൂടെ ഇവിടെ? വീടും തോട്ടവും ഒക്കെ വിൽക്കാൻ പോണൂന്ന് പത്രത്തിൽ കണ്ടു. ബന്ധം പറഞ്ഞു വരുമ്പോ കൊച്ചുറാണിക്കും അതിലൊരു അവകാശം ഉണ്ടല്ലോ. ആ പങ്ക് അവളുടെ മോളായ ഇവൾക്കും കിട്ടേണ്ടതല്ലേ? അല്ലേ? ഇതിനൊക്കെ എന്താ തെളിവ്? തെളിവുകളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് വാങ്ങാൻ വരുന്നവനെ ഇങ്ങോട്ട് വിട്ടാ മതി. അവന്റെ മുമ്പിൽ ഞാൻ എല്ലാം നിരത്തി വെച്ചോളാം. ഇവിടെ ഒരു മംഗളകർമ്മം കൂടി നടക്കാൻ പോവുകയാണ്. ഇവളുടെ കല്യാണമാണ്. ഓഹോ, താനത് നശിപ്പിക്കരുത്. എല്ലാം എനിക്കറിയാം. ഞങ്ങൾക്ക് കിട്ടേണ്ട പങ്ക് കിട്ടിക്കഴിഞ്ഞാൽ കല്യാണത്തിനോ അടിയന്തരത്തിനോ ഞാൻ ഇടങ്കോലിടുന്ന പ്രശ്നമില്ല. ഇല്ലെങ്കിൽ തങ്കപ്പൻ ആശാരിയുടെ തനിനിറം കാണിക്കും. എന്നെ കൊണ്ട് വീതുള്ളി ഇടിപ്പിക്കരുത്, പറഞ്ഞേക്കാം.